ചോദിച്ച ചോദ്യത്തിലേക്ക് അഡ്രസ് ചെയ്യട്ടെ. ആ ചോദ്യത്തിന്റെ ലക്ഷ്യം ഇതാണ്. ഈ വ്യക്തി പഠിച്ചിരിക്കുന്നത് പീഡന കാലത്തിനു മുമ്പ് സഭ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും, ക്രിസ്തു വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന ഇടയ്ക്ക് വെച്ച് സഭയിൽ കയറി വന്ന ഒരു പാരമ്പര്യം പഠിക്കലാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഈ ചോദ്യത്തിലൂടെ മനസ്സിലാക്കി. എന്നാൽ സഭ വെളിപ്പാട് പുസ്തകം 3:10 പറയുന്ന യേശുക്രിസ്തു സഭയോട് പറയുന്ന ഒരു പരീക്ഷയിലൂടെ, ലോകത്തെ എല്ലായിടത്തും വരുന്ന ഒരു പരീക്ഷയിലൂടെ കടന്നു പോകണം എന്ന് യേശു പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം പഠിക്കലുമായി അത് ചേർന്നു പോയില്ല. അപ്പോഴാണ് ഇത്ര ദേഷ്യത്തോടാണെങ്കിലും ഇങ്ങനൊരു ചോദ്യം അയച്ചു കൊടുക്കാനായിട്ട് ചോദിച്ചൊരു ചോദ്യം. ഇതൊക്കെ പക്ക കൾട്ടല്ലേ? 1 തെസ്സലോനിക്കർ 4 പറയുന്ന ഉൾപ്രാവണം അവരുടെ കണ്ണിൽ പെട്ടില്ലേ, അതോ SVG അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്? മാന്യ സ്നേഹിത, ഇത് കണ്ടതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അറിയിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4 അങ്ങ് ഉദ്ദേശിച്ചത് അതിന്റെ 16 വാക്യം മുതലുള്ള വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സംഭവമായിരിക്കും അങ്ങ് ഉദ്ദേശിച്ചത്. അതിനെ കേന്ദ്രമാക്കി തന്നെയാണ് ഈ പറയുന്നത്. 1 തെസ്സലോനിക്കർ മാത്രമല്ല, 2 തെസ്സലോനിക്കർ ചേർന്ന്. So let me get back to the specific question that was asked. So from the question where he's questioning about church going through the end time tribulation, here it seems that what he thinks is a tradition that crept into the church not from the beginning but at some period in its history, where the tradition says that before the end time tribulation comes, Jesus will come and take away his church so that the church won't have to pass through the end time tribulation. To them, to such a person, let me tell you that we see in Revelation 3:10 that there will be an hour of testing that will come upon the whole world. And this brother is asking us, haven't you seen 1 Thessalonians chapter 4? And it seems that he's interpreting that from 1 Thessalonians chapter 4 we can see that church won't go through the end time tribulation. And I think from 1 Thessalonians chapter 4 what he's referring to is the verse 16 and 17, where 16 it says, for the Lord himself will descend from heaven with a shout, with the voice of the archangel and with the trumpet of God, and the dead in Christ will rise first. So it seems that he is referring to this verse. And the following verse. Let me tell you that it is because I saw these verses that I have interpreted it like this, that the church will go through the tribulation. കാരണം കർത്താവ് ഇതാ വരാൻ പോകുന്നു, നമ്മൾ എടുക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ, അതായത് നേരത്തെ മുതൽ പറയുന്നതാണ് ഈ സംഭവം പറഞ്ഞു കഴിയുമ്പോൾ പലരും പല രീതിയിൽ ഒരുപക്ഷെ പെരുമാറിയിട്ടുണ്ടാകും. കാരണം ഇതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരും അലസമായിട്ടിരിക്കരുത്, എല്ലാവരും കൈകൊണ്ട് വേല ചെയ്യണം, വേല ചെയ്ത് കഴിക്കുന്നതിൽ അഭിമാനക്കുറവൊന്നും തോന്നരുത്. ആരൊക്കെ പറയുന്നത് എന്നോടാണല്ലോ ഈ പറയുന്നതാണെങ്കിൽ വേല ചെയ്ത് കഴിക്കുന്നതിൽ അഭിമാനക്കുറവൊന്നും തോന്നരുത് എന്നൊക്കെ ഈ ചാപ്റ്ററുകളിൽ പറയുന്നത് കേൾക്കാം. തുടർന്ന് ഞാൻ ഒരുപക്ഷെ ചിന്തിക്കുന്ന പലരും അങ്ങനെ പോയിട്ടുണ്ടാകും, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടാകും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കുട്ടികള് അമ്മമാരോട് പറയുന്നത്, ഈ പള്ളി ചെന്ന് കഴിയുമ്പോ പാസ്റ്റർ പ്രസംഗിച്ചു കർത്താവ് വരാം, ഇത് വീട്ടിൽ വന്നപ്പോ കൊച്ചു പഠിക്കണില്ല, എന്താടാ നീ പഠിക്കാത്തെ, മമ്മി കർത്താവ് വരാൻ പോകും, ഇനി എന്തിനാ പഠിക്കണേ എന്ന് ചോദിക്കുന്ന തലത്തിലുള്ള പല ചോദ്യങ്ങളും പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെ വല്ല ആയിരിക്കാം, ആളുകൾ ജോലി എടുക്കാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. തുടർന്ന് അദ്ദേഹം 2ാമത്തെ ലേഖനം എഴുതുകയാണ് സഭയ്ക്ക്, അതേ തെസ്സലോനിക്ക സഭയ്ക്ക്. ആ തെസ്സലോനിക്ക സഭയ്ക്ക് 2ാമത്തെ ലേഖനം എഴുതുമ്പോ അദ്ദേഹം പ്രത്യേകിച്ചൊന്ന് പറയുന്നുണ്ട്, ആരും നിങ്ങളെ ചതിക്കരുത്. 1ാമത്തെ ലേഖനത്തിൽ ഞാൻ കർത്താവ് വരുന്നു നമ്മളെ ചേർക്കുമെന്ന് പറഞ്ഞോളൂ. 2ാമത്തെ ലേഖനത്തിൽ പറഞ്ഞു ആരും നിങ്ങളെ ചതിക്കരുത്, കർത്താവ് വരുന്നെന്നും പറഞ്ഞ് ചതിക്കരുത്. കർത്താവ് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നടക്കണം, അത് കഴിഞ്ഞ് കർത്താവ് ഒന്ന് സഭയെ ചേർക്കുള്ളൂ. ഹലോ, അപ്പൊ 1 തെസ്സലോനിക്കർ 4 മാത്രം പഠിച്ചാൽ പോരാ. 1 തെസ്സലോനിക്കർ 4 പറഞ്ഞ കർത്താവ് വരും, നമ്മളെ ചേർക്കും. സത്യമായിട്ടുള്ള കാര്യമായി ആർക്കും സംശയം. ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളെ, ജയിക്കുന്നവരെ കർത്താവ് ചേർക്കും. എന്നാൽ 2ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 2ാം അധ്യായം 1 മുതൽ 3 വരെ മുഴുവൻ വായിക്കാം. അവിടെ പറയണം ആരും ഏത് വരെയും ചതിക്കരുത്, കർത്താവ് വരുന്നു പറഞ്ഞോളൂ. അപ്പൊ കർത്താവ് വരുന്ന സന്ദേശം തന്നെ അത് ബൈബിളിന്റെ ലെവലിൽ നിന്ന് മാറ്റി അവതരിപ്പിച്ചാൽ അതൊരു ചതിയാണ്, അതൊരു ചതിയാണ്. കാരണം കർത്താവ് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കും. ഈ 2 കാര്യങ്ങളെ ജയിക്കാൻ തക്കവണ്ണം സഭ ഒരുങ്ങിയിരിക്കണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങാതിരുന്നാൽ ബുദ്ധി ഇല്ലാത്ത കന്യകമാരെ പോലെ പെട്ടുപോകും എന്നാണ് പറയുന്നത്.
ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് നമുക്കത് വായിക്കാം. So if you look at the book of Thessalonians, you will see a context there that there seems to have been a rumor or a message that was spread that our Lord Jesus is going to return very soon. And on hearing this teaching, different people reacted differently. I'm reminded of some things that we usually see where a child goes to the church and comes back to the mother, comes back home and he's no longer studying, and the mother asks, "Why are you no longer studying?" And the child says that the pastor said that Lord Jesus is going to come soon, so why should I study? So in the same way, if you look at the book of Thessalonians, there is teachings which says that you should not remain idle. You should work with your hand and provide for yourself and help others. So all these teachings comes because it seems that people reacted differently to the teaching that Lord Jesus is going to come soon. So it is in this context that in 2 Thessalonians we see that Paul is warning the church that don't let anyone deceive you by saying that Lord Jesus is going to come immediately, because there are two things that should happen and two things that the church should go through and overcome before the Lord Jesus returns. ഇതാ 1 Thessalonians 4:16 നിങ്ങൾ വായിച്ചിട്ട് അതിനെ തുടർന്ന് നിങ്ങൾ 2 Thessalonians 1:3 വായിച്ച് തുടർന്ന് 1 മുതൽ 3 വായിക്കുക. അപ്പോ ഞാനിപ്പോ അതിന്റെ ക്രമം എന്ന് പറഞ്ഞുതരാം. ഇതാ 2 Thessalonians 4:16 മുതൽ വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇനി അതിന്റെ തുടർച്ച 2 Thessalonians 2:3. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ കർത്താവിന്റെ വരവും പറഞ്ഞു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇനി അതിന്റെ 1 മുതൽ വായിക്കുമ്പോ എന്താണ് ആ ചതി? ആ ഓർഡർ അങ്ങ് തെറ്റിച്ചത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്മളെ എവിടെ 4:16 വായിച്ച അത് തന്നെ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. ഇതാണ് 4:16-17 പറയുന്നത്. യേശുവിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ഇത് എവിടെയാവും? വചനത്തിലാ വായിക്കുന്നത്. ആരും ഏതുവേദനയും നിങ്ങൾ ചതിക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞ് ഞെട്ടിച്ചു കഴിഞ്ഞാൽ ചതിയാണ്. കാരണം അതിനു മുമ്പ് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. തുടർന്ന് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ വെളിപ്പെടണം. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ഒന്ന് സഭയെ ചേർക്കുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വ്യാഖ്യാനവും കൂടാതെ, ഒരു ഇന്റർപ്രിട്ടേഷനും കൂടാതെ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കണം. ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ ചതിക്കപ്പെടാൻ നാം യോഗ്യരായിരിക്കുകയാണ്. ഈ ആന്റി ക്രൈസ്റ്റ് വന്നിട്ടാണ് അവൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന നിയമവും മറ്റ് ആർക്കും കുറിച്ചുവിടാൻ കഴിയാത്ത രാത്രി ഇതെല്ലാം നിയമത്തിലൂടെ കൊണ്ടുവരാനിടയാകുന്നു. ഇത് കഴിഞ്ഞിട്ടേ യേശു വന്ന് തന്റെ സഭയെ ചേർക്കുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ല, അതിനു മുമ്പ് വന്ന് ചേർക്കൂ എന്നുള്ളൊരു വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇല്ല. Dear brothers, let me try to read both the Thessalonians in their context. I will start with 1 Thessalonians chapter 4 verse 16, which our brother asked as part of the question, as part of his doubt, and then we will go to 2 Thessalonians chapter 2 verse 3, and then go back to 2 Thessalonians chapter 2 verse 1 onwards to understand the context of chapter 2 Thessalonians chapter 2 verse 3. So let me start with 1 Thessalonians chapter 4 verse 16. For this is the verse that we read just now previously. For the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain will be caught up together with them in the clouds to meet the Lord in the air. And so we shall always be with the Lord. Therefore comfort one another with these verses. Now this is the verse that we had read previously. Now let's
read 2 Thessalonians chapter 2 verse 3. Here it says, let no one in any way deceive you. So what is the context of this verse? Let no one in any way deceive you. The context of this verse, to understand the context, let us read 2 Thessalonians chapter 2 verse 1 onwards. Now we request you, brethren, with regard to the coming of our Lord Jesus Christ and our gathering together to him, that you not be quickly shaken from your composure, or be disturbed either by a spirit or a message or a letter as if from us, to the effect that the day of the Lord has come. So it seems some of them were deceived that the day of the Lord has come. So now verse 3 onwards, let no one in any way deceive you, or it will not come unless the apostasy comes first, and the man of lawlessness is revealed, the son of destruction. So this is the Antichrist. So what it says is that the apostasy and the Antichrist should, the Church of God should encounter both the apostasy and the Antichrist, go through these tests, and only after that our Lord Jesus go through these two tests, and only after that our Lord Jesus will return. And this is a very direct interpretation of the verse. It's not an interpretation. This is the verse itself speaking. So I hope you won't be deceived by reading just 1 Thessalonians 4:16 out of context. Praise the Lord. സ്വർഗസ്ഥ പിതാവിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിന്റെ ജീവനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. Praise the Lord. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present in this meeting. May the Lord's peace, love, and prosperity be with you all. പ്രിയ സഹോദരങ്ങളെ, തുടക്കത്തിലെ ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഡിസംബർ മാസം 29, 30, 31 തീയതികളിൽ താങ്ക്സ് ഗിവിംഗ് പ്രയർ, ഹയർ ലെവൽ കോൺഫറൻസ്, അപ്പോൾ തന്നെ ദൈവദാസന്മാർക്കുള്ള, ദൈവമക്കൾക്കുള്ള വളരെ ശ്രേഷ്ഠമായ ഭോജ്യങ്ങളൊക്കെ വിളമ്പുന്ന ദിവസങ്ങളാണ് ഇയർ എൻഡിങ് ഡിസംബർ 29, 30, 31 ദിവസങ്ങൾ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ. നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്നാട്ടെ, ദൈവിക മർമ്മങ്ങൾ അറിഞ്ഞാട്ടെ, അതുവഴി നിത്യമായ ദൈവികമായ ജീവനും സമ്പാദ്യങ്ങളും ഒക്കെ നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്, പ്രത്യേകിച്ച് ദൈവദാസൻ. Dear brothers, before we begin, let me remind you about one thing. This 29, 30, and 31 we'll be having the higher level conference and the Thanksgiving at our Prarthanalayam in Kochi. This will be a conference where we will serve very highly nutritious feast, spiritual feast for everyone, all the children of God. I invite all of you to come here and be blessed both in this world as well as in the world, as well as in the spiritual realm. I invite all of you to come, especially the servants of God. പലർക്കും എപ്പോഴും സംശയം ഉണ്ടാകും, ഈ ഹയർ ലെവൽ കോൺഫറൻസ് എന്തിനാണ് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കോൺഫറൻസ് എന്തുവാ, അതൊക്കെ അല്ലാത്തതാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ബൈബിളിലെ സന്ദേശത്തെ ദൈവം രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. കണ്ടോ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിട്ടെ. അപ്പോ
ഭൂമിയിലുള്ള ചിന്തിക്കുന്ന ജഡിക മനുഷ്യനുണ്ട്, പഴയ സൃഷ്ടി. ഉയരത്തിലുള്ള ചിന്തിക്കേണ്ട പുതിയ മനുഷ്യനുണ്ട്, പുതിയ സൃഷ്ടി, ക്രിസ്തു. അപ്പോ പഴയ സൃഷ്ടിയെ വിട്ട് പുതിയ സൃഷ്ടി കയറിപ്പോവാൻ ആഗ്രഹമുള്ളവരെ സഹായിക്കുന്ന, നിത്യ ജീവനിൽ നിത്യസമ്പന്നന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണത്. പഴയ സൃഷ്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജഡീക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഇത് ദൈവരാജ്യവും ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയിക്കുന്ന മീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഹയർ ലെവൽ കോൺഫറൻസ് എന്ന് പേരിട്ടിരിക്കുന്നത്. കാരണം അവർ സ്വർഗീയരാണ്. Now some of you may be having a question about why is it called higher level conference. Some of you servants of God especially will be thinking that does that means that the conferences that we have, those are lower level conferences and this is higher level? No, the reason we are calling it higher level is because the new creation is supposed to think about things on high and not about things in this world, things about this flesh. And this is a conference that will help those who are in the new creation to leave behind what is in the flesh and to ascend and think about what is in the think about what is on high. And those who are still in the flesh, even if you come, you may not understand what is really happening, understand the teachings that are taught over there. But if you are in the new creation, we welcome all of you to come so that you can think more about what is on high. സഹോദരങ്ങളെ, പഴയ ഉടമ്പടി പുസ്തകവും പുതിയ ഉടമ്പടി പുസ്തകവും നമ്മൾ വായിക്കുമ്പോൾ വലിയ വൈരുദ്ധ്യമുണ്ട്. പഴയ ഉടമ്പടി പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. അതിന്റെ കാരണം, നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്തകൾ. പക്ഷെ പുതിയ ഉടമ്പടി പുസ്തകത്തിലേക്ക് വരുമ്പോ ദൈവം വാക്കുമാറിയതുപോലെ തോന്നും. പുതിയ ഉടമ്പടി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയാണ്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. കമോൺ, ഫോളോ മീ, എന്നെ അനുകരിപ്പിൻ. Dear brothers, if you read the Old Testament and the New Testament, you will find significant differences between them. For example, in the Old Testament, in the Isaiah, God says that my path is not your path, my thoughts are not your thoughts. But when it comes to the New Testament, here God says that don't think about from now on, think about what is only on high and don't think about what is on earth. So you will see that in the Old Testament, it is God is speaking about, there is a difference between the thoughts of the two. But in the New Testament, God is asking us to think about what is on high. പക്ഷേ ദയനീയം എന്നത് ഞാൻ പറയട്ടെ, ഈവൻ ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഉയരത്തിലുള്ള ഈ ദൈവരാജ്യം എന്ന സിലബസിനെ കുറിച്ച് ആ ചിന്തകൾ സിലബസിൽ കാണാനില്ല. എന്നാൽ യേശു കർത്താവിന്റെ പ്രസംഗം ദൈവരാജ്യമായിരുന്നു, അതായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ തന്നെ ആ ദൈവരാജ്യത്തിലെ പൗരനാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ തലത്തിൽ ജീവിക്കാനാണ് നമ്മുടെ അപ്പൻ ഉയരത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യവും ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയും എന്ന ടൈറ്റിലായിരിക്കും വരുന്ന ഹയർ ലെവൽ കോൺഫറൻസിലെ സബ്ജക്റ്റുകൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. അതുകൊണ്ട് അത് നിത്യമാണ്, അതൊരു എറ്റേണൽ ഇൻഹെറിറ്റൻസ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ്. താൽക്കാലികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല. ഭൂമിയിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവരാജ്യം ഇളകാത്ത രാജ്യമാണ്. പുതിയ സൃഷ്ടി മരണമില്ലാത്ത ക്രിസ്താനുരൂപനായ ദൈവപുത്രനാണ്, ക്രിസ്തുവിന്റെ സഹോദരനാണ്, കൂട്ടവകാശിയാണ് എന്നൊരു തിരിച്ചറിവ് ഇന്ന് വരെയും ഇതാ ഞാൻ കണ്ട നല്ലൊരു പങ്ക് എന്റെ കൂട്ടു സഹോദരങ്ങളായി ഞാൻ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾ കണ്ടിട്ടില്ല. ഇതൊരു പറയുമ്പോൾ തന്നെ ദുരുപദേശം എന്നുള്ള ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതിന്റെ കാരണം ദൈവരാജ്യത്തെ കുറിച്ച് അവർക്ക് അറിയില്ല, ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടിയെ കുറിച്ച് അവർക്ക് അറിയില്ല. അതാണ് അതിന്റെ കാരണം. അത് മനസ്സിലാക്കാൻ കമോൺ വരിക, ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ആനന്ദിക്കാം. Dear brothers, regrettably, even in the seminaries, it is the gospel of the kingdom of God is not really taught, and because of that, they don't. Even the many servants of God does not know that
that the new creation is supposed to be the citizen of the kingdom of God, kingdom of heaven. And that is why God is inviting the new creation to come up so that he can think about what is in the kingdom of heaven. And uh, dear brothers, so if I am inviting all of you into that particular meeting. Dear brothers, Please, I am Sodhara. inviting into that particular meeting so that you can know about the new creation, how to live in the new creation. ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ദേവദാസന്മാരെ ആരെയും താഴേക്കിടയിലല്ല കാണുന്നത്. ഞാൻ നിങ്ങളെല്ലാം കാണുന്നത് എന്നേക്കാൾ ശ്രേഷ്ഠരായി തന്നെയാണ്. പക്ഷേ ഒറ്റ വിഷയമേ ഉള്ളൂ. പഴയ ഉടമ്പടി പുസ്തകത്തിൽ നമുക്ക് കാണാം, ദൈവം അവർക്ക് മുമ്പായി ഒരുവനെ അയച്ചു, ജോസഫിനെ. അവർ വിറ്റ് കളഞ്ഞു, അവർ പൊട്ട കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞു. പക്ഷേ ജോസഫ് അവർക്ക് മുമ്പായി പോയി, ജോസഫ് അവർക്ക് വേണ്ടി ഒരുക്കി. ഇതാ സ്വർഗത്തിലെ ദൈവം ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിൽ പുതിയ സൃഷ്ടിയിൽ എന്നെ അല്പം മുമ്പായി അയച്ചു, നിങ്ങളെ അറിയിപ്പാൻ, നിങ്ങൾക്ക് തരുവാൻ. ഇതാ സ്വർഗത്തിലെ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് എന്റേതെന്നല്ല, നിങ്ങൾക്ക് തരുവാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. കടന്നു വരുവാൻ ഏവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരുതിക്കൊണ്ട് ക്ഷണിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. Dear brothers, it is not that I consider you lesser. I actually consider you better than me, but it's just that this message has been given to me. If you look at the Old Testament, you will see that God sent Joseph ahead of the other 11 sons of Israel to Egypt so that they can survive the famine. So in the same way, God has sent me ahead of you, and he has given me this message. This message does not belong to me. It is something that God has given me to give to you. So I invite all of you to come and receive this message. ഇനി നമ്മുടെ മെസ്സേജിലേക്ക് കിടക്കട്ടെ. ധാരാളം സംശയങ്ങൾ എൻ്റെ സഹോദരങ്ങളിൽ പലർക്കും. ആ സംശയങ്ങൾ ജനിക്കാനുള്ള കാരണം തന്നെ ദൈവരാജ്യത്തെ കുറിച്ചോ ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെ കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കർത്താവിന്റെ വാക്കുകൾ ഞാനിവിടെ ഓർക്കുകയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ഈ സത്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, സത്യം നിങ്ങളുടെ സംശയം മാറ്റിത്തരും. സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. Dear brothers, shall we enter into the message for today? We have quite a lot of doubts about the new creation and the kingdom of God, and these doubts arise because they don't know about this kingdom or the kingdom of God. And I pray that may God reveal all these to you. ധാരാളം എന്നെ കുറിച്ച് കുറ്റങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ എൻ്റെ സഹോദരങ്ങൾ എഴുതി വിടുന്നുണ്ട്. ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എനിക്ക് ധാരാളം ആത്മീയ പ്രതിഫലങ്ങളാണ് ലഭ്യമാകുന്നത്. കാരണം കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, എന്നെ പ്രതി, അതായത് ക്രിസ്തുവിനെ പ്രതി, സത്യത്തെ പ്രതി അനാവശ്യമായി നിങ്ങൾ സഹിക്കുന്ന സകലത്തിലും സന്തോഷിച്ച് ഉല്ലസിക്കാനാ പറഞ്ഞത്. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാണ്. So I see that there are many of my brothers who are writing slanderous messages about me. I still love you. I'm not angry with you. So because of you, I'm getting quite a lot of heavenly rewards, spiritual rewards. As the word of God says that if because of me you are being slandered, your reward is high. ഒരു ചോദ്യം ഇപ്പോ സഹോദരി ചിത്രലേഖ ചോദിച്ചൊരു ചോദ്യം, എങ്ങനെ എനിക്ക് പുതിയ സൃഷ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ കഴിയും? പ്രിയ സിസ്റ്ററെ, എനിക്ക് തന്നെ പഠിപ്പിച്ചത് ദൈവം തന്റെ ആത്മാവിന്റെ വെളിപ്പാടുകളിലൂടെയാണ്. ഇത് കൂടുതലായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഞങ്ങൾ കഥാവ് എന്നിലൂടെ ഒരു ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്, ടെലിഗ്രാം എന്ന പ്രോഗ്രാം, വാട്സപ്പ് പോലെയുള്ള മറ്റൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഒരു ബൈബിൾ സ്കൂളിന്റെ പേര് ഇങ്ങനെയാണ്, SVJ KG and NC ബൈബിൾ സ്കൂൾ.
KG എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗാഡ്, NC എന്ന് പറഞ്ഞാൽ ന്യൂ ക്രിയേഷൻ. ഇതാ മറ്റു കോളേജുകളൊന്നും ദൈവരാജ്യവും ന്യൂ ക്രിയേഷനും പഠിപ്പിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ആ ടെലിഗ്രാമിലൂടെയുള്ള ആ ബൈബിൾ സ്കൂൾ. ഞാൻ ഒന്നുകൂടി ആ പേര് പറയാം, SVJ, ഷാജി വെമ്പനാട്ട് ജോസഫ് എന്നതിന്റെ ഷോർട്ട് ഫോം SVJ. തുടർന്ന് ഒരു സ്പേസ് ഇട്ടിട്ട് KG, കിങ്ഡം ഓഫ് ഗാഡ്, ആൻഡ് NC, ന്യൂ ക്രിയേഷൻ ബൈബിൾ സ്കൂൾ എന്നാണ് അതിന്റെ പേര്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ ജോയിൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കയറാം. ഞാൻ ചിന്തിക്കുന്നു അറൗണ്ട് 350 ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് പോലെയല്ല, പഴയ ക്ലാസ് മുതൽ നിങ്ങൾക്ക് അതിൽ കിട്ടും, ചിത്രങ്ങളടക്കം. ഇതൊരു ട്രഷറാണ്, അതൊരു എന്താ പറയാ, ഒരു നിധിയാണ് ദൈവം സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, സത്യ താല്പര്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിധിയാണ്. നിങ്ങൾക്ക് അതിലൂടെ അത് എൻറോൾ ചെയ്ത് കടന്നു വരാവുന്നതാണ്. മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുത്താൽ അത് വലിയൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. So one of our sisters just asked, how do I learn more about the kingdom of God? Let me tell you about the new creation. Let me tell you, dear sister, I learned about the kingdom of God because God revealed it to me. But God is through me also running a Bible school in the Telegram. If you install Telegram and type out there SVJ, KG and NC Bible School, you will be able to see this. And SVJ stands for my name, Shadi Embenat Joseph. KG for the kingdom of God, and NC for new creation. If you type it out over there, you will be able to enroll in this Bible school, in this class for free. And there is currently around 350 classes already there, and you can access all those materials. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ഇന്ന് വന്നിട്ടുള്ള ഒരു സംശയം, ഇത് വയനാട്ടിൽ നിന്ന് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബിജു തനിക്ക് ആരോ അയച്ച ഒരു ചോദ്യം എനിക്ക് ഫോർവേഡ് ചെയ്തതാണ്. ദയവായി ഉത്തരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ. എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, അത് എനിക്ക് വിഷയമില്ല, അത് എൻ്റെ ജീവിതത്തിൽ നന്മയാണ്. എങ്കിലും അത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയ അതിലൂടെ കിട്ടുവാനായിട്ട് ഇടയാകും. അതിൽ ആദ്യം തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12:16. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. 12:16 അവിടെ ഇങ്ങനെയാണ്: എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു, മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. വെളിപ്പാട് 12:16. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതിന്റെ പ്രതിഫലനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വായിക്കാം. പഴയ നിയമ തെളിവുകളോ പ്രവചനങ്ങളോ ഇല്ലാതെ ഒരു 4 സുവിശേഷങ്ങൾ കൊണ്ട് സഭാ പീഡനത്തിൽ കൂടെ കടന്നു വേണം 1000 കൊല്ലത്തിൽ പ്രവേശിപ്പാൻ എന്ന് എങ്ങനെ പറയും? അപ്പോ ദാനിയേലിന് ഗബ്രിയേൽ കാണിച്ചു കൊടുത്ത 70 ആഴ്ചവട്ടമാർക്കാണ്. അന്ന് പുതിയ നിയമസഭ പോലും ഉണ്ടായിട്ടില്ല. അപ്പോ അവിടെ കാണുന്ന പീഡനം സഭയ്ക്കാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ പക്ക കൾട്ടല്ലേ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയുന്ന ഉൾപ്രാവണം ഇവരുടെ കണ്ണിൽ പെട്ടില്ലേ? അതോ SVJ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അപ്പോ സാധാരണ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാറില്ല. കാരണം അത് ഉത്തരം അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. പക്ഷേ അത് ബിജുവിന് അയച്ചു കൊടുത്തിട്ട് അവരുടെ സംശയമായ തീർന്നതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഉത്തരം തരുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടത്. അപ്പോ ആദ്യം തന്നെ വെളിപ്പാട് ദിവസം 12:16 ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമി സ്ത്രീക്ക് തുണ നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് സ്ത്രീ എന്ന് പറയുന്ന
ആ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ആ സ്ത്രീയെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിൽസൺ ഗോ അഹെഡ്. ലംഘിട്ടില്ല. Dear brothers, today we'll be addressing a question that my dear friend Pastor Biju from Wayanad received through one of his contacts. He has forwarded this to me. So the question is regarding Revelation 12, chapter 8, verse 17, verse 16. But the earth helped the woman, and the earth opened its mouth and drank up the river which the dragon poured out of his mouth. So it is regarding this verse. So this is regarding a message that I have given in the past few weeks. So the question is written in a little bit insulting way. Let me try to summarize it summarize the crux of it. The question is, how can you say from just the four gospels that the Church of God will pass through the tribulation, that is the end times tribulation? In the book of Daniel, there is the 70 weeks prophecy. Who is this about? In the book of Daniel, there wasn't any. The Church of Christ has not yet been formed. So there isn't any. How can you say that prophecy also applies to the Church of Christ? And he is also telling that there isn't any support that the church will go through the tribulation, end time tribulation, in the Old Testament. And also he's also pointing to 1 Thessalonians chapter 4 to say that church won't go through the tribulation. സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ധാരാളം ക്ലാസ്സുകൾ ഇതിനു മുമ്പെല്ലാം നിങ്ങൾക്ക് ദൈവം ഇതേ വായിലൂടെ തന്നെ തന്നിട്ടുണ്ട്. അതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ ടൈം ഇല്ല. ഇവിടെ ജനറലി ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുവെങ്കിൽ വെളിപ്പാട് 12-ൽ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നത് പലർക്കും പല അഭിപ്രായം. ഞാൻ ജനിച്ചു വളർന്ന കത്തോലിക്ക സഭ കന്യാമറിയോ എന്ന് പറയും. എന്നാൽ ഒരു കൂട്ടം ദേവദാസന്മാർ അത് സഭ എന്ന് പറയും. വേറൊരു കൂട്ടം ദേവദാസന്മാർ അത് ഇസ്രായേൽ ജനമാണെന്ന് പറയും. എനിക്കത് വെളിപ്പെട്ടി കിട്ടിയത് അത് ക്രിസ്തു തന്റെ ചങ്കിലെ ചോരയാൽ നേടിയ സഭയാണ്. ഇനിയിപ്പോ മറിയ ആണെന്ന് പറയുന്നവരോടോ അതിന് വിരോധമില്ല. കാരണം മറിയയും ആ കൂട്ടത്തിലുണ്ട്, സഭയുടെ ഉള്ളിലുണ്ട്. ഇനി ഇസ്രായേൽ ജനമാണെന്ന് പറയുന്നതിനും കുഴപ്പമില്ല. ഇസ്രായേൽ ജനവും സഭയിലുണ്ട്. ആദ്യകാലത്തെ എല്ലാ വ്യക്തികളും, ഈവൻ ശിഷ്യന്മാരടക്കം എല്ലാം ഇസ്രായേൽ ജനം തന്നെയാണ്. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ സ്ത്രീയെ വിഴുങ്ങിക്കളയുവാൻ സർപ്പം വായിൽ നിന്ന് വെള്ളം ചാടിക്കും. ഭൂമി സ്ത്രീക്ക് തുണ നിൽക്കും. ഭൂമി ആ സർപ്പം ചാടിക്കുന്ന വെള്ളത്തെ വാ തുറന്ന് വിഴുങ്ങിക്കളയും. അപ്പോ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഇത് എങ്ങനെ മനസ്സിലാകാനാണ്? ഇത് മനസ്സിലാകത്തില്ല. ഇന്ന് കാലത്ത് ദൈവം എനിക്ക് തന്ന ഡെയിലി ബ്രെഡ്, ആ ഡെയിലി ബ്രെഡില് കർത്താവ് കാണിച്ച കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചില സമയങ്ങൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇംപ്ലാന്റ് ട്രെയിനിങ്ങിന് ഒരു 2 to 3 months വർക്ക് ചെയ്തു. അപ്പൊ കൊച്ചിൻ ഷിപ്പ് യാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. യെസ് മോനെ, പോയാൽ. So this is a verse that is Revelation 12 chapter verse 17, verse 16. This is a verse that is interpreted differently by multiple churches. The church that the Catholic Church interprets this as the woman in this verse as Mary, the mother of Jesus. There are some servants of God who interpret the woman in this verse as the Church of Christ. And there are other servants of God who interpret the woman in this verse as the children of Israel, as Israel. God has revealed to me that the woman in this verse is the church.
And now it may be it's not opposed to it being Mary or the Israel, because both Mary and Israel are part of the church. Mary is part of the church, and in the early Christianity, most of the disciples at the very beginning were Jews. So, but before we interpret this thing, the important thing to note is that you should interpret this in the context of the overall plan of God. If you don't know the overall plan of God, how are you going to understand this verse? So, overall, what God is doing, if you don't know what God is doing, how are you going to understand this verse? പ്രിയ സഹോദരങ്ങളെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞാൻ അല്പകാലം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. അതൊരു വലിയ സ്ഥാപനമാണ്. ആ കൊച്ചി ഷിപ്പ്യാർഡിൽ ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും ചെറിയ ജോലിക്കാരൻ, അവിടെ അടിച്ചു വാരുന്ന വ്യക്തി മുതൽ അവിടെയുള്ള ഏറ്റവും വലിയ അവിടുത്തെ ചെയർമാൻ വരെ നിങ്ങളൊരു മൈക്ക് കൊടുത്തിട്ട് നിങ്ങളൊരു ടി വിക്കാരനെ പോലെ ആങ്കർ ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ അവിടെ ചെന്നിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾ 1000 പേരോട് ചോദിച്ചാൽ 1000 പേര് ഒരു ഉത്തരം പറയും. കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പലുണ്ടാക്കുക. എന്നാൽ ഇന്ന് ക്രിസ്തീയ സഭയിലേക്ക് ചെന്നിട്ട് ഇതേ രീതിയിൽ ഓരോ വ്യക്തികളോടും ചോദിക്കുക, അത് ഏത് സഭയായിക്കോട്ടെ, സ്വർഗസ്ഥ പിതാവ് മാനവരാശി എന്തു ചെയ്യുകയാണ്? നല്ലൊരു ഒരു ഉത്തരവും തരത്തില്ല. പറയുന്നവരുണ്ടെങ്കിൽ അതും പല ഉത്തരങ്ങളായിരിക്കും അവർ പറയുന്നത്. അവർക്ക് അറിയത്തില്ല സ്വർഗസ്ഥ പിതാവ് മാനവരാശിയിൽ എന്താണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അവർക്ക് ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മനസ്സിലാവും? So let me give you an analogy. So I have worked in Cochin Shipyard for a while, and there are different posts in the Cochin Shipyard, all the way starting from sweeper all the way up to the CEO. Now, if you assume you are a reporter with a camera and a mic, and if you go and interview these employees, right from the sweeper all the way up to the CEO, even though the sweeper will only be sweeping some part of the room, the engineer will be building only some part of it. Even if that's so, even if you ask all these people and say, what does Cochin Shipyard do? I suspect that almost all their answers would be the same, which is that the Cochin Shipyard builds ship. But in the same way, if you go to the church and ask that, what is the Heavenly Father doing in mankind, doing for mankind, then I suspect that most of the people won't know quite a lot of people won't know the answer, and those who actually know the answer, they'll be giving multiple answers. So the church, most of the church does not know what the Heavenly Father is doing for the church, for the mankind. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, യോഹന്നാൻ 7:17 നാം ആദ്യം മനസ്സിലാക്കും. യോഹന്നാൻ 7:17 ഒരു ഉപദേശം ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം വേണ്ടത് അതിനെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ അതിനെ ഒന്ന് റെഫർ ചെയ്യണം ഒന്നുമായിട്ട്. എങ്കിൽ മാത്രമേ, ഒന്ന് കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉപദേശം ദൈവത്തിൽ നിന്നാണോ അല്ലയോ തിരിച്ചറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, ദൈവം എന്താണ് ചെയ്യുന്നത്, എന്താണ് ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാകാതെ നമുക്ക് ഉപദേശങ്ങളെ തിരിച്ചറിയുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നു എന്നറിയും. ഒരു ഉപദേശം തിരിച്ചറിയണമെങ്കിൽ ആദ്യം തന്നെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം മാനവരാശിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ഇതറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യം. ധാരാളം സംശയങ്ങൾ ഡേ ബൈ ഡേ വന്നുകൊണ്ടേയിരിക്കും. എത്ര പറഞ്ഞാലും ഇത് വന്നുകൊണ്ടേയിരിക്കും. Dear brothers, let me point your attention to John 7:17. So this is a very important verse, because if you would hear a new teaching or a teaching, the first thing you need to know is you need to identify whether this teaching is from God or not.
This verse serves as a benchmark as a criteria for helping you to identify this teaching. And this verse says that if anyone is willing to do his will, he will know of the teaching whether it is of God or whether I speak for myself. This is something that Jesus is speaking, and he's saying that if anyone is willing to do God's will, so you need to know God's will to understand whether a teaching is from God or not. അപ്പോ ഞാൻ ഇവിടെ ഒന്ന് നിർത്തട്ടെ. എന്നെ കേൾക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നുണ പറയരുത്. അവനവനോട് തന്നെ ഒന്ന് ചോദിക്കേ, ദൈവം മാനവകുലത്തിൽ എന്താണ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലൂടെ ദൈവം നമ്മളിൽ എന്താണ് ചെയ്യുന്നത്? അറിയാവുന്നവർ അവനവനോട് തന്നെ ഉത്തരം പറയുക, അടുത്തേക്ക് ദൂതനോട് ഉത്തരം പറയുക, വാ തുറന്ന് അടുത്തേക്ക് സഹോദരനോട് ഉത്തരം പറയുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിത് പറഞ്ഞതിന് ശേഷം മാനവകുലത്തിന്റെ ഒരു പ്രത്യേകത, എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല, അത് വെറും പറ്റിയൊരു കേസാണ്, അങ്ങനെയല്ല പറയാം. ഇപ്പൊ അറിയാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറ, കർത്താവേ എന്നെ നേരത്തെ അറിയിച്ചതിനായി നന്ദി. ഇനി അറിയുന്നില്ല എങ്കിൽ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ അറിയുവാൻ വേണ്ടി താല്പര്യപ്പെടുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ നാം തെറ്റിപ്പോകാനായിട്ട്. Dear brothers who are listening to me right now, let me ask you a question. What is God's plan in mankind? What is God doing with the clan of man? And do you people who listen to me know the answer to this question? If you know the answer, first answer it to yourself in your heart, and maybe repeat to the person who is beside you. And if you don't know the answer, put an effort so that you will know the answer. So, and if you and then listen to me, I will explain it. ഉത്തരം കിട്ടിയോ? ഇല്ല എങ്കിൽ പ്രാർത്ഥനയോടെ ദൈവത്തെ സ്വീകരിക്കാൻ റെഡിയായി. ആദ്യം തന്നെ മനസ്സിലാക്കുക, ദൈവത്തിന് സമയത്തിലല്ല, ആദ്യത്തെ സൃഷ്ടിച്ചപ്പോഴല്ല, അനാദിയിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവെ ജനിപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒരു അനാദി നിർണയം എന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ദൈവം ചെയ്യുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ്. എങ്ങനെ? ക്രിസ്തു മുഖാന്തരം അനേക ദൈവപുത്രന്മാരെ ദൈവം ഒരുക്കുകയാണ്. ഇതാണ് ഹെബ്രായർ 2:10 വളരെ ക്ലിയറായി ദൈവം എന്തു ചെയ്യുന്നു എന്ന് പറയുന്നു. സകലത്തിലെല്ലാവർക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? അനേക ദൈവപുത്രന്മാരെ ഉണ്ടാക്കുകയാണ്. ആരിലൂടെ? തുടർന്ന് വചനം ഇങ്ങനെ പറയുന്നു, അവരുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ. അപ്പൊ യേശുവിലൂടെയാണ് ദൈവപുത്രന്മാരെ ഒരുക്കുന്നത്. ഇതാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് വെളിപ്പാട് 21:7 ഇങ്ങനെ പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അവർ ഒരു കുടുംബമായി തീരും. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നായി ഒരു കുടുംബമായി. ഇതറിയാതെ എന്റെ ദൈവദാസനെ, എന്റെ മോനെ, എന്റെ മോളെ, ദൈവവചനം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് സംശയം മാറില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ വേദപുസ്തകം പ്രാർത്ഥനയോട് വായിക്കാൻ നോക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്നെന്നും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതറിയാതെ ഇരുന്നത് കൊണ്ട് നാം തെറ്റായ ദിശയിൽ പഠിച്ചു, തെറ്റായ ഡയറക്ഷനിൽ പോയി. ഇനിയും അതുണ്ടാകരുത്. അതുകൊണ്ടാണ് മത്തായി 7:21, 22, 23 ദുർവിധി സഭയ്ക്ക് വന്നിട്ട്
ഒരെണ്ണം സ്വർഗരാജ്യത്തിൽ കയറുന്നില്ല. കർത്താവ് പറയുന്നു get out, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവര് പറയുന്നു ഞങ്ങൾ അങ്ങേ കർത്താവേ എന്ന് വിളിച്ചു, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. കർത്താവ് പറയാൻ കർത്താവിനും ഉണ്ടോ ഒന്ന് get out, ഞാൻ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റും. പക്ഷെ ഇവർക്കറിയോ എന്താ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തതയോടെ മനസ്സിലാക്കുക, പിതാവ് ശുദ്ധീകരണത്തിലൂടെ ഒരു കൂട്ടം മനുഷ്യമക്കളെ ദൈവമക്കളായി ക്രിസ്ത്യാനിരൂപന്മാരായി ഒരുക്കുകയാണ്, തന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുക. അതിലേക്ക് നമുക്ക് ചേരാം, നമ്മൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. Dear brothers, the plan of our Heavenly Father began in eternity itself, even before the beginning. The plan of our Heavenly Father began in eternity itself when He begat Jesus, and the plan is to build a family for Himself in Jesus, to raise up sons of God for Himself in Jesus. And this we see in Hebrew chapter 2 verse 10. For it was fitting for Him, for whom all things are and through all things are, in bringing many sons to glory, to perfect the author of their salvation through sufferings. So here you can see that God is bringing many sons to glory. God is raising up a family for Himself in Jesus, to be in the likeness of Jesus. And it is in this regard that in Revelations God says that to those who overcomes, he will be my son and I'll be their God. So those servants of God who does not understand this, they will end up like those in Matthew 7, 21, 22, 23, where God says that not everyone who says to me, Lord, Lord, will enter the kingdom of God, but he who does the will of my Father who is in heaven, he will only enter the kingdom of God. So you need to know the will of our Heavenly Father. And only after, if you know this plan of God, that God is raising a family for Himself in Jesus, only then you will understand the other teachings. And remember that we have a big, huge plan to play for this. God is raising us to be, purifying us to be sons of God, sons of Himself. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഞാൻ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇതാ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചിത്രമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഒരാള് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഉള്ളിൽ കയറിയിട്ട് കൊച്ചി ഷിപ്പ്യാർഡിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് സ്കൂളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ധൈര്യമുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. കൊച്ചി ഷിപ്പ്യാർഡിൽ ട്രെയിനിങ് സ്കൂളുണ്ട്. കൊച്ചി ഷിപ്പ്യാർഡ് ഒരു അവിടെ മനോഹരമായ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഒരു ക്യാൻറ്റീനാണെന്ന് എനിക്കറിയാം, നല്ല ഫുഡ് കിട്ടും എന്ന് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. കൊച്ചി ഷിപ്പ്യാർഡിൽ നല്ല ഫുഡ് കിട്ടും. പക്ഷെ ഇതൊന്നുമല്ല കൊച്ചി ഷിപ്പ്യാർഡ് ചെയ്യുന്നത്. കൊച്ചി ഷിപ്പ്യാർഡ് കപ്പലുണ്ടാക്കില്ല. എന്റെ മോനെ, എന്റെ മോളെ, എന്റെ പാസ്റ്ററെ, എന്റെ ദേവദാസനെ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ ഡാഡി സ്വർഗസ്ഥ പിതാവ് എന്ത് ചെയ്യുകയാ? ഇതറിയാതെ തർക്കിക്കാൻ പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല. കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ അപ്പൻ എന്താ ചെയ്യണെന്ന് മനസ്സിലാക്കണം. ബാക്കിയെല്ലാം ഇതിന്റെ അസോസിയേറ്റഡ് ഭാഗങ്ങൾ മാത്രമാണ്. കൊച്ചി ഷിപ്പ്യാർഡിലെ ട്രെയിനിങ് സ്കൂൾ കപ്പലുണ്ടാക്കുന്നതിന്റെ ഒരു അസോസിയേറ്റ് ഭാഗമാണ്. അവിടുത്തെ ക്യാൻറ്റീൻ ഇതിന്റെ ഒരു അസോസിയേറ്റ് ഭാഗമാണ്. അവിടുത്തെ മിഷൻ റൂം ഇതിന്റെ അസോസിയേറ്റ് ഭാഗമാണ്. ഇത് എല്ലാവരും കൂടി ചേർന്ന് ഒരു പർപ്പസിലേക്ക് പോവുകയാണ്. ഇവരുടെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും 5 അംഗ ശുശ്രൂഷ സംഘവും എല്ലാം ചേർന്ന് വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. വിശുദ്ധന്റെ യഥാസ്ഥാനമാണ് ക്രിസ്ത്യാനിരൂപത. ഞാനും നിങ്ങളും ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആയിത്തീരണം, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി തീരണം, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരണം. ഇതൊന്നും അറിയാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്റെ ദേവദാസനെ, സഹോദരങ്ങളെ? അപ്പൊ ആദ്യം അപ്പൻ എന്താ ചെയ്യണേന്ന് മനസ്സിലാക്കുക. അനേക പുത്രന്മാരെ
തേജസ്സിലേക്ക് നടത്തുകയാ. അതിനു വേണ്ടിയുള്ള മിഷൻ റൂമാണ് യോഹന്നാൻ 1:12. ആ മിഷൻ റൂം ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കോ ദൈവമക്കളാകുവാൻ, ക്രിസ്ത്യാനിമാരാകുവാൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുവാൻ ദൈവം അധികാരം. അതാണ് മിഷൻ. ഇത് തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിച്ചാൽ അനുഗ്രഹമുള്ള വ്യക്തിത്വങ്ങളായി തീരും. ഇത് മനസ്സിലാക്കാൻ പുതിയതായിട്ട് കൂടിയവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ടെലിഗ്രാമിൽ SVJ KG NNC ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക, ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. Dear brothers, I have shared with you a picture of the question shipyard, and if you look at that picture, you will see the different facilities in the question shipyard. Now, assume a person who does not know what question shipyard does and goes into the question shipyard and makes a tour of the question shipyard. Some of them will come out and say that the Cochin Shipyard is a training school. Another person will go in and come out and say that Cochin Shipyard is a canteen. But both of them are wrong. It's true that Cochin Shipyard has a training school. It's also true that Cochin Shipyard has canteen where they serve really good food. But that is not the overall purpose of the Cochin Shipyard. In the same way, dear servants of God, without understanding the overall purpose of our Heavenly Father, if you try to argue about it, then you won't be able to understand the individual verses, individual part of the Bible. So, without understanding what our Heavenly Father, our Lord Jesus, the Holy Spirit, and the five-tier servants of God are doing, without understanding that, if you try to argue, you will miss the picture. You will make a mistake. Remember that God is what God is planning is transforming us from the children of man to children of God in the likeness of Christ, to be sons of God, to be co-heirs with Christ, to be sons of God. And we see that the mission room of this in John 1 chapter 12 verse, where it says, "But as many as received him, to him he gave the right to become children of God, even to those who believe in his name." So here we see that God is raising up children of God for himself. ഈ ചോദിച്ച ചോദ്യത്തിലേക്ക് അഡ്രസ് ചെയ്യട്ടെ. ആ ചോദ്യത്തിന്റെ ലക്ഷ്യം ഇതാണ്. ഈ വ്യക്തി പഠിച്ചിരിക്കുന്നത് പീഡനകാലത്തിനു മുമ്പ് അവ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും, ക്രിസ്തു ഒന്ന് എടുത്തുകൊണ്ട് പോകും എന്ന ഇടയ്ക്ക് വെച്ച് സഭയിൽ കയറി വന്ന ഒരു പാരമ്പര്യ പഠിക്കലാണ് ഇദ്ദേഹം മനസ്സിലാക്കിയെന്ന് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാവും. എന്നാൽ സഭ വെളിപ്പാട് പുസ്തകം 3:10 പറയുന്ന, യേശുക്രിസ്തു സഭയോട് പറയുന്ന ഒരു പരീക്ഷയിലൂടെ, ലോകത്തെ എല്ലായിടത്തും വരുന്ന ഒരു പരീക്ഷയിലൂടെ കടന്നു പോകണം എന്ന് യേശു പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ പാരമ്പര്യ പഠിക്കലുമായി അത് ചേർന്നു പോയില്ല. അപ്പോഴാണ് അത്ര ദേഷ്യത്തോടാണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം അയച്ചു കൊടുക്കാനായിട്ട് ഇടയായി. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യം 1 തെസ്സലോണിയൻസ്, ഇതൊക്കെ പക്ക കൾട്ടല്ലേ. 1 തെസ്സലോണിയൻസ് 4-ാം അധ്യായത്തിൽ പറയുന്ന ഉൾപ്രാപണം അവരുടെ കണ്ണിൽ പെട്ടില്ലേ, അതോ SVJ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്? മാന്യ സ്നേഹിത, ഇത് കണ്ടതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അറിയിക്കുന്നത്. 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായം അങ്ങ് ഉദ്ദേശിച്ചത് അതിന്റെ 16-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സംഭവമായിരിക്കും അങ്ങ് ഉദ്ദേശിച്ചത്. അതിനെ കേന്ദ്രമാക്കി തന്നെയാണ് ഈ പറയുന്നത്. 1 തെസ്സലോനിയൻസ് മാത്രമല്ല, 2 തെസ്സലോനിയൻസ് കൂടി ചേർത്ത്. So let me get back to the specific question that was asked. So from the question where he's questioning about church going through the tribulation, at the end time tribulation, with church going through the end time tribulation, here it seems that
what he thinks is a tradition that crept into the church during not from the beginning, but at some period in its history, where that tradition says that before the end time tribulation comes, Jesus will come and take away his church so that the church won't have to pass through the end time tribulation. To them, to such a person, let me tell you that we see in Revelation 3:10 that there will be an hour of testing that will come upon the whole world. And now this brother is asking us, haven't you seen 1 Thessalonians chapter 4? And he's basically, it seems that he's interpreting that from 1 Thessalonians chapter 4 we can see that church won't go through the end time tribulation. And I think from 1 Thessalonians chapter 4, what he's referring to is the verse 16 and 17, where 16 it says, "For the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first." So it seems that he is referring to this verse. And the following verse. Let me tell you that it is because I saw these verses that I have interpreted it like this, that the church will go through the tribulation. ആദ്യം ഒന്ന് പറയട്ടെ, ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ ക്വാളിഫൈ ആകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ ക്വാളിഫൈ ആയില്ല എങ്കിൽ ഇതാ ഈ പീഡനത്തിലൂടെ പോകുന്നതോ പോകാത്തതോ ഒന്നും ഒരു വിഷയമില്ല. ആദ്യം നമ്മൾ ക്വാളിഫൈ ആകുമോ എന്നുള്ളതാണ് വിഷയം. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ആസ് ഇറ്റ് ഈസ് ഞാൻ നിങ്ങൾ പറയാം. ഇതാ പരീക്ഷയ്ക്ക് മുമ്പ്, ഞാൻ പീഡനകാലം എന്നല്ല സഭയെ ഉദ്ദേശിക്കുന്നത്, സഭയ്ക്ക് ടെസ്റ്റ് ഉണ്ട്. ഉപദ്രവം സഭയ്ക്കുള്ളതല്ല, ഉപദ്രവം അനുസരണം കേട്ടവർ. എന്നാൽ പരീക്ഷ അനുസരിക്കുന്നവർക്ക്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം ജയിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടം പ്രാപിപ്പാനായിട്ട് അറിയാം. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യർ അവർ ഭാഗ്യവാന്മാരാണ്. ആ പരീക്ഷ ജയിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. ഇതാണ് ദൈവത്തിന്റെ വചനം. വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായി. എന്നാൽ ഈ ജയത്തെക്കുറിച്ച് ഇന്ന് സഭകൾ മിണ്ടുന്നില്ല, പറയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു സഭകളിൽ നല്ലൊരു പങ്കം എറർ സ്പിരിറ്റിന്റെ ഉള്ളിൽ വീണുപോയി. അവർ ആരാധന കൊണ്ട് മാത്രം സ്വകരാജ്യത്തിൽ കയറാനിരിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം പുതിയ ഉടമ്പടി പറഞ്ഞിട്ടേയില്ല. ആരാധിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങൾ ജയിക്കും, എന്നാൽ നിങ്ങളുടെ ദേഹിക്ക് ആശ്വാസം. അല്ലാതെ ആരാധിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുമെന്ന് ഒരു വചനം ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയില്ല. എന്നാൽ എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. അത് നമ്മുടെ കൾച്ചർ. Dear brothers, let me begin by saying that it should not really be a focus of ours to argue about this verse, because argue about whether the church will go through tribulation or not, because we should really be focused on whether we will be qualified to enter the kingdom of God. Let me tell you this from the verse in the Bible, where Revelation chapter 21 verse 7, it says that he who overcomes will inherit these things, and I'll be his God and he will be my son. So in God's plan, we don't see anywhere from the beginning to the end that where God says that if you worship me, then you will be able to overcome, and I'll be his God and he will be my son. That promise does not exist in the Bible. So the promise is, if you overcome, you will inherit these things, and I'll be his God and he will be my son. ബൈബിളിൽ ഒരു വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ പോകരുത്. ആസ് ഇറ്റ് ഈസ് അറിയിക്കുക. നമ്മളെ കള്ളന്മാരായി പിടിക്കുവാനായിട്ട് ഇടയാകരുത്. ഇവിടെ ആ വത്സല സഹോദരൻ പാസ്റ്ററാണോ സഹോദരനാണോ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ സഹോദരിയാണെന്നും അറിയത്തില്ല, ചോദിച്ച ചോദ്യം അദ്ദേഹം പറഞ്ഞ 1 Thessalonians തന്നെ ഉത്തരം കൊടുക്കുകയാണ്. അവിടെ ആ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. 1 Thessalonians chapter 4 verse 16 onwards. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ശ്രദ്ധിക്കുക, കർത്താവ് ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ക്ഷണിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്നാണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ പ്രത്യേക കാര്യം നോക്കുക. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ അയാളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ല ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് ആകാശങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്നു. കർത്താവ് വരുന്നു. ഇതാ വിശുദ്ധ ജനം, ഒരുക്കപ്പെട്ടവർ എടുക്കപ്പെടും. ഇതാണ് അവിടുത്തെ കോണ്ടസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യം നമുക്ക് പറയാം. ഈ ചോദിച്ച വ്യക്തി ഇതിൽ മാത്രം ഒതുങ്ങിപ്പോയി. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് തെസ്സലോനിയൻസ് 4-ാം അധ്യായമാണ് ഇത് പറയുന്നതെങ്കിൽ സെക്കൻഡ് തെസ്സലോനിയൻസിൽ പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഈ കർത്താവ് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സംഭവിക്കണം. അതിനെക്കുറിച്ചും കൂടി നാം മനസ്സിലാക്കണം. So, dear brothers, so just because I said that those who worship God will not overcome this world, it does not mean that we should not worship God. It is our duty to worship God. Let me get back to this verse. Here the verse says that this is 1 Thessalonians chapter 4 verse 16. For the Lord himself will descend from heaven with a shout and with the voice of the archangel and with the trumpet of God, and the dead in Christ will rise first. Then he who are alive and remain will be caught up together with them in the clouds to meet the Lord in the air. So we shall always be with God. Let me read it once more explain it a little bit. Here we see, for the Lord himself is descending from heaven with the shout, with the voice of the archangel and the trumpet of God. And then we will see that when the Lord descends, the dead in Christ will rise first, and then those who are alive and remain will be caught up together with them in the clouds to meet the Lord. So that is those who are our Lord Jesus is descending, and those who are prepared are caught up in the air to meet him in the clouds. So this is the overall context of this verse. Now, where he might have interpreted this verse in isolation, but let me tell you that we need to interpret it together with the verses this is verse in 1 Thessalonians chapter 4. We should interpret it together with the verse in 2 Thessalonians. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞത്, കാരണം കർത്താവ് ഇതാ വരാൻ പോകുന്നു, നമ്മൾ എടുക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ, അതായത് നേരത്തെ മുതൽ പറയുന്നതാണ്. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോ പലരും പല രീതിയിൽ ഒരുപക്ഷെ പെരുമാറിയിട്ടുണ്ടാകും. കാരണം ഇതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരും അലസമായിട്ടിരിക്കരുത്, എല്ലാവരും കൈകൊണ്ട് വേല ചെയ്യണം, വേല ചെയ്ത് കഴിക്കുന്നതിൽ അഭിമാനക്കുറവൊന്നും തോന്നരുത്. ആരൊക്കെ പറയുന്നത് എന്നോടാണല്ലോ ഈ പറയുന്നതെന്നാണെങ്കിൽ ഏറ്റെടുത്തു. വേല ചെയ്ത് കഴിക്കുന്നതിൽ അഭിമാനക്കുറവൊന്നും തോന്നരുത് എന്നൊക്കെ ഈ ചാപ്റ്ററുകളിൽ പറയുന്നത് കേൾക്കാം. തുടർന്ന് ഞാൻ ഒരുപക്ഷെ ചിന്തിക്കുന്ന പലരും അങ്ങനെ പോയിട്ടുണ്ടാവും, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ടുണ്ടാവും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കുട്ടികള് അമ്മമാരോട് പറയുന്നത്, ഈ പള്ളി ചെന്ന് കഴിയുമ്പോ പാസ്റ്റർ പ്രസംഗിച്ചു കർത്താവ് വരാൻ പോകും. പിന്നെ വീട്ടിൽ വന്നപ്പോ കൊച്ചു പഠിക്കണില്ല. എന്താടാ നീ പഠിക്കാത്തെ? മമ്മി കർത്താവ് വരാൻ പോകും, ഇനി എന്തിനാ പഠിക്കണേ എന്ന് ചോദിക്കുന്ന തലത്തിലുള്ള പല ചോദ്യങ്ങളും പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെ വല്ല ആയിരിക്കാം, ആളുകൾ ജോലി എടുക്കാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. തുടർന്ന് അദ്ദേഹം 2ാമത്തെ ലേഖനം എഴുതുകയാണ് സഭയ്ക്ക്, അതേ തെസ്സലോനിക്ക സഭയ്ക്ക്. ആ തെസ്സലോനിക്ക സഭയ്ക്ക് 2ാമത്തെ ലേഖനം എഴുതുമ്പോ അദ്ദേഹം പ്രത്യേകിച്ചൊന്ന് പറയുന്നുണ്ട്, ആരും നിങ്ങളെ ചതിക്കരുത്. 1ാമത്തെ ലേഖനത്തിൽ ഞാൻ കർത്താവ് വരുന്നു നമ്മളെ ചേർക്കുമെന്ന് പറഞ്ഞോളൂ. 2ാമത്തെ ലേഖനത്തിൽ പറഞ്ഞു ആരും നിങ്ങളെ ചതിക്കരുത്, കർത്താവ് വരുന്നെന്നും പറഞ്ഞ് ചതിക്കരുത്. കർത്താവ് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നടക്കണം.
അത് കഴിഞ്ഞ് കർത്താവ് വന്ന് സഭയെ ചേർക്കുള്ളൂ. ഹലോ, അപ്പൊ 1 തെസ്സലോനിയൻസ് 4 മാത്രം പഠിച്ചാൽ പോരാ. 1 തെസ്സലോനിയൻസ് 4 പറഞ്ഞ കർത്താവ് വരും, നമ്മളെ ചേർക്കും. സത്യമായിട്ടുള്ള കാര്യമായി, യാതൊരു സംശയമില്ല. ക്വാളിഫൈ ആയിട്ടുള്ള ആളുകളെ, ജയിക്കുന്നവരെ കർത്താവ് ചേർക്കും. എന്നാൽ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 3 വരെ മുഴുവൻ വായിക്കാം. അവിടെ പറയണം, ആര് ഏത് വിധേനയും ചതിക്കരുത്, കർത്താവ് വരുന്നു പറഞ്ഞോളൂ. അപ്പൊ കർത്താവ് വരുന്ന സന്ദേശം തന്നെ അത് ബൈബിളിന്റെ ലെവലിൽ നിന്ന് മാറ്റി അവതരിപ്പിച്ചാൽ അതൊരു ചതിയാണ്. അതൊരു ചതിയാണ്. കാരണം കർത്താവ് വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കും. ഈ 2 കാര്യങ്ങളെ ജയിക്കാൻ തക്കവണ്ണം സഭ ഒരുങ്ങിയിരിക്കണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങാതിരുന്നാൽ ബുദ്ധി ഇല്ലാത്ത കന്യകമാരെ പോലെ പെട്ടുപോകും എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് നമുക്കത് വായിക്കാം. So if you look at the book of Thessalonians, you will see a context there that there seems to have been a rumor or a message that was spread that our Lord Jesus is going to return very soon. And on hearing this teaching, different people reacted differently. I'm reminded of some things that we usually see where a child goes to the church and comes back to the mother, comes back home and he's no longer studying, and the mother asks, why are you no longer studying? And the child says that the pastor said that Lord Jesus is going to come soon, so why should I study? So in the same way, if you look at the book of Thessalonians, there is teachings which says that you should not remain idle. You should work with your hand and provide for yourself and help others. So all these teachings comes because it seems that people reacted differently to the teaching that Lord Jesus is going to come soon. So it is in this context that in 2 Thessalonians we see that Paul is warning the church that don't let anyone deceive you by saying that Lord Jesus is going to come immediately, because there are 2 things that should happen and 2 things that the church should go through and overcome before the Lord Jesus returns. ഇതാ 1 തെസ്സലോനിയൻസ് 4:16 നിങ്ങൾ വായിച്ചിട്ട് അതിനെ തുടർന്ന് നിങ്ങൾ 2 തെസ്സലോനിയൻസ് 1-ാം അധ്യായം 3 വായിച്ച് തുടർന്ന് 1 മുതൽ 3 വായിക്കുക. അപ്പോ ഞാനിപ്പോ അതിന്റെ ക്രമം എന്ന് പറഞ്ഞുതരാം. ഇതാ 2 തെസ്സലോനിയൻസ് 4:16 മുതൽ വായിക്കുമ്പോ ഞാൻ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇനി അതിന്റെ തുടർച്ച 2 തെസ്സലോനിയൻസ് 2:3. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ കർത്താവിന്റെ വരവും പറഞ്ഞു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇനി അതിന്റെ 1 മുതൽ വായിക്കുമ്പോ എന്താണ് ആ ചതി? ആ ഓർഡർ അങ്ങ് തെറ്റിച്ചളയും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്മളെ എവിടെ 4:14 വായിച്ച അത് തന്നെ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. ഇതാണ് 1 തെസ്സലോനിയൻസ് 4:16-17 പറയുന്നത്. യേശുവിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാളടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ഇത് എവിടെയാവോ? ദൈവവചനത്തിലാ വായിക്കുന്നത്. ആരും ഏതുവരെ നിങ്ങൾ ചതിക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞ് ഞെട്ടിച്ചു കഴിഞ്ഞാൽ ചതിയാണ്. കാരണം അതിനു മുമ്പ് 2 കാര്യങ്ങൾ നടക്കണം. 1, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. തുടർന്ന് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ വെളിപ്പെടണം. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ഒന്ന് സഭയെ ചേർക്കുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വ്യാഖ്യാനവും കൂടാതെ, ഒരു ഇന്റർപ്രിട്ടേഷനും കൂടാതെ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കണം. ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ ചതിക്കപ്പെടാൻ നാം യോഗ്യരായിരിക്കുകയാണ്. ഈ ആന്റി ക്രൈസ്റ്റ് വന്നിട്ടാണ് അവൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന നിയമവും മറ്റ്
ആർക്കും പുറച്ചുവിടാൻ കഴിയാത്ത രാത്രി ഇതെല്ലാം നിയമത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ഇടയാകുന്നു. ഇത് കഴിഞ്ഞിട്ടേ യേശു വന്ന് തന്റെ സഭയെ ചേർക്കുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ല, അതിനു മുമ്പ് വന്ന് ചേർക്കൂ എന്നുള്ളൊരു വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇല്ല. Dear brothers, let me try to read both the Thessalonians in their context. I will start with 1 Thessalonians chapter 4 verse 16, which our brother asked as part of the question, as part of his doubt. And then we will go to 2 Thessalonians chapter 2 verse 3, and then go back to 2 Thessalonians chapter 2 verse 1 onwards to understand the context of chapter 2 Thessalonians chapter 2 verse 3. So let me start with 1 Thessalonians chapter 4 verse 16. For this is the verse that we read just now previously. For the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain will be caught up together with them in the clouds to meet the Lord in the air. And so we shall always be with the Lord. Therefore, comfort one another with these verses. Now, this is the verse that we had read previously. Now let's read 2 Thessalonians chapter 2 verse 3. Here it says, let no one in any way deceive you. So what is the context of this verse, let no one in any way deceive you? The context of this verse, to understand the context, let us read 2 Thessalonians chapter 2 verse 1 onwards. Now we request you, brethren, with regard to the coming of our Lord Jesus Christ and our gathering together to him, that you not be quickly shaken from your composure, or be disturbed either by a spirit or a message or a letter as if from us, to the effect that the day of the Lord has come. So it seems some of them were deceived that the day of the Lord has come. So now verse 3 onwards, let no one in any way deceive you, or it will not come unless the apostasy comes first, and the man of lawlessness is revealed, the son of destruction. So this is the Antichrist. So what it says is that the apostasy and the Antichrist should, the Church of God should encounter both the apostasy and the Antichrist, go through these tests, and only after that our Lord Jesus go through these two tests, and only after that our Lord Jesus will return. And this is a very direct interpretation of the verse. It's not even an interpretation. This is the verse itself speaking. So I hope you won't be deceived by reading just 1 Thessalonians 4:16 out of context. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന് ഇവിടെ നമ്മൾ ഉപദ്രവിക്കാനൊന്നും വേണ്ടിയല്ല. ദൈവത്തിന് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ ഒന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റ് മാത്രമാണിത്. നമ്മളുടെ യഥാർത്ഥ സ്നേഹം ആരോടാണ്? ദൈവത്തോടാണോ അതോ ദൈവം തന്ന അനുഗ്രഹങ്ങളോടാണ്? ഒരു ടെസ്റ്റാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇതിനാണ് പരീക്ഷ. ഇതാണ് യാക്കോബ് 1:12 പറയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ഇത് പരീക്ഷയാണ്, ഉപദ്രവമല്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, മാർക്ക് ദ പോയിന്റ്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം അവർ പ്രാപിക്കും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടുന്ന് പോകാൻ തക്കവണ്ണം ആരെങ്കിലും പറഞ്ഞ് കർത്താവിന്റെ വഴികളെ ലഘൂകരിക്കുന്നുവെങ്കിൽ അതിനോടുകൂടെ ചേർന്ന് സന്തോഷിക്കുകയല്ല, പകരം ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. ഇത് കണ്ടെന്നൊരു ചുരുക്കമാണ്, കടക്കണമെങ്കിൽ പോരാ. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നാം ആ പീരീഡിലേക്ക് എത്തിയാലും എത്തിയില്ലെങ്കിലും ഏത് സമയത്തും എന്റെ സ്നേഹം ക്രിസ്തുവിൽ എന്റെ സ്വർഗസ്ഥ പിതാവോടാണ് ഏത് സമയവും നമ്മൾ തെളിയിക്കുവാൻ ഇടയാകണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മളെ പിന്തുടരും, നാം ദൈവത്തെ പിന്തുടരും. Dear brothers, let me tell you that the reason God is making us pass through this test is not to make us suffer. This is a test. So as Pastor said,
I won't call this a tribulation, I will call this a test, because tribulation is for the Antichrist and his people, test is for the people of God. And this is a test. And as God says, as it says in James 1, verse 12, blessed is the man who perseveres under trial, for once he has been approved, he will receive the crown of life, which the Lord has promised to those who love him. Let me repeat, for once he has been approved, he will receive the crown of life, which the Lord has promised to those who love him. So, dear brothers, our duty should be to listen to God. If someone comes and tells you that be prepared to be taken off before even the test begins, let me tell you, brothers, do not be deceived. Our duty is to listen to God and be prepared. പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞ ആ ഭാഗത്തേക്ക് ഒന്ന് നിൽക്കട്ടെ. പഴയ ഉടമ്പടി പുസ്തകത്തിൽ ഇതിൻ്റെതായ യാതൊരു റെഫറൻസും ഇല്ല എന്നൊക്കെ പറയുന്നു. കർത്താവായ യേശു ഈ പീരീഡിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കർത്താവായ യേശു ഈ പീരീഡിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു ക്രിസ്തു പറഞ്ഞത് നോഹയുടെ കാലം പോലെ തന്നെ ഈ കാലം. അപ്പൊ ആ നോഹയുടെ കാലം പോയി ഒന്ന് പഠിക്കണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ അതിന്റെ 21-ാം വാക്യത്തിൽ ഇതാ പറയുന്നത്, ലോക ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും എന്നാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പൊ ഉടനെ തന്നെ ഈ കൂട്ടർ പറയുന്നത് യഹൂദന്മാരോടാ പറഞ്ഞതെന്ന്. എന്റെ മോനെ, എന്റെ മോളെ, എന്റെ ദേവദാസനെ ഒന്ന് തിരിച്ചറിയുക. അനുസരിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സഭയിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നാം എല്ലാവരും ക്രിസ്തുവിൽ, ഒരു ശരീരത്തിൽ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് സുവിശേഷം ആദ്യ യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായുള്ള ദൈവശക്തി. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകും. Dear brothers, coming back to the questions from that person, he said that there is no reference in the Old Testament about the church passing through the tribulation. Let me tell you, brother, we see that our Lord Jesus himself has prophesied that the day of his return would be like the day where Noah entered the ark. So we need to, according to as per our Lord Jesus' instruction, we should go back and learn about the period where Noah entered the ark, where they were marrying and being given to marriage. So let me read Matthew 24 verse 12, Matthew 24 verse 21, where Jesus says, our Lord Jesus says that there will be a great tribulation such as not occurred since the beginning of the world until now, nor ever will. So now some of them will say that this is for the Jews and not for the Christians. Let me tell you that in the new creation there is neither Jew nor Gentile, neither free nor slave, nor male nor female. All of us are one in Christ. So we should all be prepared to pass through the test that our Lord Jesus be prepared to pass through the test. മാത്യു 24:36 മുതൽ വായിക്കുമ്പോൾ യേശു ഇതൊക്കെ പറഞ്ഞു, ഈ വചനങ്ങൾ ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. പിന്നെ എന്റെ വരവ് സംബന്ധിച്ച് ഇത് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണ് ഞാൻ വന്നേന്ന്. ഇത് സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ, എന്റെ പിതാവിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം മത്തായി 24:37 യേശു പറയാണ്, നോഹയുടെ കാലം പോലെ തന്നെയാവും മനുഷ്യപുത്രന്റെ വരവ്. മനുഷ്യപുത്രൻ ചേർക്കാൻ വരുമ്പോ എങ്ങനെയായിരിക്കും വരവ്? നോഹയുടെ കാലം പോലെ തന്നെ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കി കളയുമ്പോൾ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയായിരിക്കും. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയായിരിക്കും. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കി കളയുന്നവരെ അവർ അറിഞ്ഞില്ല. അപ്പൊ മനുഷ്യപുത്രൻ വരുമ്പോഴും അതിനു മുമ്പ് ഒരു നീക്കിക്കളയലുണ്ടാവും. ആ നീക്കിക്കളയലിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സർപ്പം സ്ത്രീയെ വിഴുങ്ങാൻ, സ്ത്രീയെ ഒലിപ്പിച്ച് കളയാൻ, നീക്കിക്കളയാൻ വായിൽ നദി പോലെ വെള്ളം ചാടിക്കും.
അപ്പോഴും നമ്മളും ഇന്നും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും അവിടെ പഠിച്ചും ഇവിടെ പഠിച്ചും ആ ജോലി ചെയ്തും ഈ ജോലി ചെയ്തും ഒക്കെ നമ്മുടെ വയറുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഈ വിഷയം വന്ന് അനേകം നീക്കിക്കളയും. അതുവരെ അവരറിയില്ല. നോഹയുടെ കാലവും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് എന്റെ വേടല്ല, യേശുവിന്റെ വേടാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇത് ഓപ്പണായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുക. So in Matthew 24 verse 36 onwards, we see our Lord Jesus saying that, but of that day and hour no one knows, not even the angels of heaven nor the Son, but the Father alone. So only the Father knows the day and hour. For the coming of the Son of Man will be just like the days of Noah. So for as how Jesus says that the coming of the Son, Jesus' second coming will be like in the days of Noah. And it continues, for as in those days before the flood, they were eating and drinking, marrying and giving in marriage, until the day that Noah entered the ark, and they did not understand until the flood came and took all of them away. So they were completely oblivious of what is happening, what is Noah building the ark and entering it. They were going on with their life, and then the flood came and took them all away. So remember that there will also be a taking away, similar taking away at the second coming of our Lord Jesus Christ. There would be as in Revelation, where it says that the dragon opened its mouth to try and swallow the woman, and the earth opened its mouth and swallowed the water of the woman. All of these things will be happening, and simultaneously there will be others who will be running for the sake of their stomach. And then the Son of Man will come. Then our Lord Jesus will come, and they would be taken away, and they wouldn't even know about it. So, dear brothers, be prepared that we won't get taken away like that. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ജീവിത ശൈലികളായി ലോകം മാറി. ഒന്ന്, ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിച്ച നോഹയുടെ ജീവിത ശൈലി ലോകത്തെ ശേഷിച്ച മറ്റുള്ളവരുടെ ജീവിത ശൈലിയിൽ നിന്നും മാറ്റപ്പെട്ടു. നോഹ ഇതുവരെ കാണാത്ത ഒന്ന്, മഴ വരുമെന്ന് ദൈവം പറഞ്ഞത് താൻ കണ്ടില്ലേലും വിശ്വസിച്ചു. ദൈവം പറഞ്ഞ പ്രകാരം ഒരു പെട്ടകം ഉണ്ടാക്കി. ആരൊക്കെ കൂടെ? നോഹയും തന്റെ കൂടെയുള്ള തന്റെ കുടുംബാംഗങ്ങൾ മാത്രം. 8 പേരുടെ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡല്ല. ഇതാ ഞാൻ എൻ്റെ പേരിടാം, നോഹ ഷിപ്പ്യാർഡ്. എന്നാൽ ലോകത്തുള്ള ബാക്കി എല്ലാവരും കൂടെ വേറൊരു ഗ്രൂപ്പ്. വിവാഹം കഴിക്കുക, പാപമൊന്നുമല്ല, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, നാട്ടുക, വെക്കുക, വാങ്ങുക, പതിവ് പോലെയുള്ള വേറൊരു ഗ്രൂപ്പ്. 2 ഗ്രൂപ്പും 2 ടൈപ്പ് വർക്കാണ് ചെയ്യുന്നത്. ഒന്ന് പഴയതുപോലെ തന്നെ. എന്നാൽ ഇവിടെ നോഹയുടെ ഒരു കൊച്ചു ഗ്രൂപ്പ്, നോഹ ഷിപ്പ്യാർഡ്, അത് വേറൊരു പ്രവൃത്തി തുടങ്ങി. അവർ പെട്ടകം ഉണ്ടാക്കി. ഇതാ മഴ വന്നു. അനുസരിച്ച നോഹയെ ദൈവം തന്റെ അനുസരണത്തിന്റെ പേരാണ് ആ പെട്ടകത്തിൽ കാത്തു. അനുസരിക്കാത്ത എല്ലാവരെയും ആ വെള്ളം വന്ന് എടുത്ത് കളഞ്ഞു. അന്ത്യകാലത്ത് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, യോഹന്നാനിലൂടെ സഭയെ വാൺ ചെയ്തു. സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് സർപ്പം വായിൽ നിന്ന് അതുപോലെ വെള്ളം ചാടിക്കും. എന്നാൽ അനുസരിക്കുന്നവർക്ക് ദൈവം നോഹയ്ക്ക് ഒരുക്കിയതുപോലെ ഒരു സ്ഥലമുണ്ട്. അനുസരിക്കുന്നവരെ ദൈവം അവിടേക്ക്. So, dear brothers, what we see in Matthew 24 is basically 2 lifestyles, 2 groups of people, 2 lifestyles. The one group of people are the people who did not believe it. So we see that Noah, even though he has never seen rain, yet he believed God, and by faith he is able to see it, and he is able to prepare for it. He's building a shipyard and a ship for 8 people, for the people of his family and the other animals. And let's call this group the Noah's shipyard. Then there is the other group who are eating and drinking, marrying and giving in marriage. So none of this is sin, but they are unaware of what is happening
unaware of what is happening because they are not able to see rain in faith. So and when the day came, all these other groups, the second group, the flood came and took them all away. So in the same way, dear brothers, we see that in the book of Revelations, it says that, and the serpent poured water like a river out of his mouth after the woman, so that he might cause her to be swept away with the flood. But the earth helped the woman, and the earth opened its mouth and drank up the river which the dragon poured out of his mouth. So in the book in the Matthew, we see that when the rain came, God took the obedience of Noah. That is a ship that He made. He filled Noah into that obedience and used it to save him and his family. And in the same way, in the Revelation, God will use, if you are prepared for these days, God will use your obedience, and God will save you by having the earth open its mouth, assuming you are aware of what is happening. പ്രിയ സഹോദരങ്ങളെ, ഈ 8 പേർ നോഹയുടെ പെട്ടകത്തിൽ, അനുസരണത്തിന്റെ പ്രതീകമായ നോഹയുടെ പെട്ടകത്തിൽ 8 പേർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. ഇത് നാം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ഭൂമിയുടെ സെക്കൻഡ് ഫേസിലേക്ക് അവർ കയറി. മറ്റുള്ളവർ എല്ലാവരും മരിച്ചു മാറ്റപ്പെട്ടു. നമുക്ക് അടുത്ത ഫേസിലേക്ക് കയറണോ? ഇന്ന് കർത്താവ് പറഞ്ഞ അനുസരിച്ച് ആ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷനിൽ അത് തിരിച്ചറിഞ്ഞോ പുതിയ സൃഷ്ടിയിൽ നാം ക്രിസ്തുവിൽ ദൈവപുത്രന്മാരായി, ക്രിസ്താനുരൂപന്മാരായി തീരുവാൻ ക്രിസ്തുവെ അനുഗമിക്കുക. അങ്ങനെയെങ്കിൽ അനുദിനം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അതുവഴി നോഹ ഇതാ അനുസരിക്കുന്നവർക്കുള്ള പുതിയ ഫേസായ ഭൂമിയിൽ പ്രവേശിച്ചതുപോലെ തുടർന്ന് നമുക്കും അടുത്ത ഫേസായ 1000 വർഷ ഭരണത്തിലേക്ക് ക്രിസ്തുവോടുകൂടെയും തുടർന്ന് അതിന്റെ അടുത്ത ഫേസായ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും നമുക്ക് പ്രവേശിക്കാം എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതാ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വിശുദ്ധ ബൈബിളിലൂടെ ആവശ്യമായ ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹൂദന്മാരെ കുറിച്ച് പറയുന്നു, 70 വീക്ക് പറയുന്നത് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതെല്ലാം പറയണമെങ്കിൽ ധാരാളം സമയം ആവശ്യമാണ്. അത് മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് സന്ദേശങ്ങൾ ഇതുമായി ബന്ധത്തിൽ കടന്നുപോയി കേൾക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. SBJ മെസ്സേജസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലും ഇതെല്ലാം അവൈലബിൾ ആണ്. അത് പോയി കേൾക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കും. So, dear brothers, what we see is that in Noah's case is that Noah and his family entered into the second phase of this world. Entered into the second phase of this world by his obedience. So what God wants from us is to be children of God, to become children of God in Christ, to be transformed in the likeness of Christ, so that when the end time comes, we too will be able to enter into the next phase, that is the 1,000-year reign of our Lord Jesus, and further that into the next phase where Heavenly Father Himself comes down on this world. So in order for that, we should be transformed into the likeness of our Lord Jesus. We should become children of God in Christ and be transformed in the likeness of our Lord Jesus Christ, and we should prepare ourselves for the second coming. So, dear brothers, I think this is the answer for the question about this Revelation 12. Now he has also asked about Daniel 9, the 70 weeks question. All of these, that's another big subject itself, and I have already answered this as part of doubts from other people as well. Please go back and listen to those messages if you haven't understood those yet. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഹോൾ ചർച്ചിന്
ഒരു വാണിംഗ് തരുവാൻ ദൈവം തന്ന വാണിംഗ് ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ പറഞ്ഞതുപോലെ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഫസ്റ്റ് തെസ്സലോനിയൻസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആന്റിക്രിസ്റ്റ് കടന്നു വരും, മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന നിയമം കൊണ്ടുവരും, ആ മാർക്ക് ഇല്ലാത്തവർ വിൽക്കാനും വാങ്ങാനും കഴിയാതെയായി തീരും. എന്നാൽ സ്വർഗത്തിലെ നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നു, ആ മാർക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും എടുക്കരുത്. എടുത്താൽ നീ നിത്യമായി തീപ്പൊയ്കയിലേക്ക് പോകും. ഇത് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ 9, 10, 11, 12 ഇത് മുഴുവൻ നിങ്ങൾ വീട്ടിൽ വായിക്കുക. ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ എന്റെ 2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. 3-ാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധൂതന്മാർക്ക് കുഞ്ഞാടിന് മുമ്പ് അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. നോ കമ്മിങ് ബാക്ക്, തിരിച്ചു വരവില്ല. അഗ്നിഗന്ധങ്ങൾ തീപ്പൊയ്കകളിലേക്ക് തള്ളിക്കളയും. അപ്പോഴാണ് ഇവിടെ ആന്റി അല്ല എങ്കിൽ പിടിക്കപ്പെട്ട സഭകൾ പറയുന്നത് അതിനു മുമ്പ് ചർച്ച ഇവിടുന്ന് പോയെന്ന്. തൊട്ടു താഴെ 12-ാം വാക്യം പറയുന്നു, ചർച്ച ഇവിടെ തന്നെ ഉണ്ട്. ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹനം കൊണ്ട് ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വരുന്ന സമയത്ത് ആവശ്യം. എനിക്ക് വായിച്ചത് വെളിപ്പാട് 14-ാം അധ്യായം 9, 10, 11, 12. പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെടരുത്. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കുക. യേശുക്രിസ്തു പറഞ്ഞു സഭയെ ചേർക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കണം, അതായത് വിശ്വാസമുള്ള താഴെ വീഴും. 2, അധർമ്മമൂർത്തി, അതാണ് ആന്റിക്രൈസ്റ്റ്, അവൻ വെളിപ്പെടുകയും വേണം. അവനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും ഈ ചതിക്കുഴിയിൽ വീഴാതെ ശ്രദ്ധിക്കുക. അവനവന്റെ ജീവിതത്തിന് ഉത്തരവാദി അവനവൻ തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ ആരെയും ഞാൻ എന്റെ പുറകെ വിളിക്കാറില്ല, എന്നെ വിശ്വസിക്കാനും പറയാറില്ല. പകരം നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ പോവുക. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം ബൈബിളിലെ വചനങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റേഴ്സ്, പ്രസംഗർ ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ അവരെയും വിശ്വസിക്കും. മനസ്സിലായി? അവരെ എങ്ങനെ വിശ്വസിക്കണം? അവർ പറയും ഞങ്ങളെ വിശ്വസിക്കണ്ട, ക്രിസ്തുവിന്റെ പുറകെ പോ, ദൈവവചനം വിശ്വസിക്കേ എന്ന് പറയുന്നുവെങ്കിൽ അവരെ വിശ്വസിക്കാം. അല്ല, അവരുടെ പുറകെ ചെല്ലാൻ പറയുന്നവരെ വിശ്വസിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. Dear brothers, let me summarize this again. So we see that our Lord Jesus is warning us in book of Thessalonians as well as in the book of Revelations, and he's warning us that the Antichrist will come and he will introduce a law he will introduce the law about the mark of the beast, where it says that only those who take the mark of the beast will be allowed to buy and sell and transact in this world. And our Lord Jesus says that those of us who love our Lord should not take that mark of the beast. Let me read Revelation chapter 14, verse 9 onwards. Then another angel, a third one, followed them, saying with a loud voice, if anyone worships the beast and his image and receives a mark on his forehead or on his hand, he will also drink of the wine of the wrath of God, which is fixed in full strength in the cup of his anger. So, and he will be tormented with fire and brimstone in the presence of the holy angels and in the presence of the Lamb. So be careful that if a person takes the mark of the beast, there is no turning back for him. And the smoke of the torment goes up forever and ever. They have no rest day and night, those who worship the beast and his image and who receives the mark of his name. Here, and in verse 12, here it says specifically, here is the perseverance of the saints who keeps the commandments of God and their faith in Jesus Christ. Those who are caught up in error, they don't read this verse 12, but in verse 12 it says clearly, here is the perseverance of the saints who keep the commandments of God and their faith in Jesus Christ.
So here again, let me repeat here, we see that here again in Thessalonians, 2 Thessalonians 3, Paul says that two things must happen. The church must encounter two tests. One is there will be apostasy, that is quite a lot of people will fall from faith, and then the lawless one should be revealed, and this lawless one is the Antichrist who introduces this law that we just described below. So, dear brothers, don't be deceived. Don't be deceived, and be prepared for all these. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ചില സംശയങ്ങളിലൂടെ വീണ്ടും കൂടുതലായി ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ വ്യക്തതയിലേക്ക്, അതിന്റെ ആധികാരികതയിലേക്ക് ഒക്കെ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ. സംശയം ചോദിക്കുന്ന എല്ലാവർക്കുമായി നന്ദി. അവരുടെ സംശയങ്ങളാണല്ലോ വീണ്ടും ദൈവസഭയെ ആഴത്തിൽ ഉറപ്പിപ്പാൻ അങ്ങ് സഹായിക്കുന്നു. അവരെ അനുഗ്രഹിച്ചാട്ടെ. സത്യം മനസ്സിലാക്കി സത്യത്താൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ മക്കളെ ഏവരെയും സഹായിച്ചു. പ്രിയ നല്ല പിതാവേ, മായയായി ലോകത്തിലെ ഒന്നിലും കുടുങ്ങിപ്പോകാതെ നിത്യം നിലനിൽക്കുന്ന ദൈവരാജ്യത്തിലേക്ക്, ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അതിന് യോഗ്യതയുള്ളവരായി ഞങ്ങൾ എണ്ണപ്പെടുക. അത് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ ചിന്തകൾ ക്രിസ്തുവിൽ അങ്ങയുടെ ശരീരമായ, അങ്ങയുടെ അവയവമായ എന്നിലൂടെ അങ്ങ് അറിയിച്ചത് ഇപ്പോഴും തുടർന്നും കേൾക്കുന്ന എല്ലാ ജനത്തിനും ഒരു അനുഗ്രഹമായി തീരുവാനറിയാം. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൂട്ടായി. രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കി. അഗ്രശേഷികളോടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുക. രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ തങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച്, തങ്ങളുടെ തന്നെ തലയിൽ കാര്യങ്ങൾ ദൈവത്തിന്റെ സൗഖ്യം, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഇപ്പോൾ വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. Be free in Jesus' name. ആ രോഗാത്മാക്കളെ ശാസിക്കുന്നു, ജ്വരത്തെ ശാസിക്കുന്നു, പരിപൂർണ സൗഖ്യമുള്ളവരായി തീരട്ടെ. എല്ലാ ശാരീരിക വേദനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവിക ആരോഗ്യവും ദൈവിക ജീവനും ദൈവിക സമാധാനവും വ്യക്തികളെ കൽപ്പിക്കുക. കുടുംബങ്ങളുടെ മേൽ സമാധാനം കൽപ്പിക്കുക. എല്ലാവരും അങ്ങയുടെ ആരോഗ്യമുള്ളവർ, അങ്ങയുടെ ബലമുള്ളവർ വെളിപ്പെടുവാൻ സഹായിക്കുന്നതിനായി നന്ദി. സർവമഹത്വം പിതാവേ ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ട്രാൻസ്ലേറ്റ് ചെയ്ത മാനോടുള്ള നന്ദി അറിയുകയാണ്. ശ്രദ്ധയോടെ ഞങ്ങൾ കേൾക്കുക. അന്ത്യകാലമാണ്. ഒരല്പസമയം നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. അവനവന്റെ പാത്രത്തെ നേടിക്കൊള്ളുവാൻ ഓർക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.